Praise the Lord. For my thoughts are not your thoughts, neither are your ways or my ways, declares the Lord. As the heavens are higher than the earth, so are the ways higher than your ways, and my thoughts and your thoughts. In this portion, we can see it teaches us God. The Bible teaches that God's ways and thoughts are higher than human ways and thoughts. God's ways and God's thoughts are higher, like the heavens and the earth. He uses the example of heaven and earth. Heaven is higher and earth is lower. Our God, who is Almighty God, the sovereign God, God is finite while we are finite. God is eternal while we are temporary. God wants to reveal many secret things to us as His people. In Matthew 13, 10 to 11, disciple asked Jesus Christ, why are you telling this in parables? So that Jesus answered them, the knowledge of the secret of the kingdom of heaven has been given to you, but not to them. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വഴികളെക്കാട്ടിലും നമ്മുടെ വിചാരങ്ങളെക്കാട്ടിലും ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും വലുതാണ്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഹെവൻ, എർത്ത്, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം എത്രയോ അതുപോലെ അന്തരമാണ് ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളുമായിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ അവൻ ആരാണ്, ദൈവം ആരാണ്, അവന് ഓൾമൈറ്റി ഗോഡാണ്, അവൻ വലിയ ദൈവമാണ്, അവൻ പരമാധികാരിയാണ്, അവൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അവിടെ ഒരു ഉപമയെ അവിടെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചെന്ന് യേശുവിനോട് ചോദിച്ചു, എന്താണ് ഉപമകളാൽ സംസാരിക്കുന്നത്? എന്നാൽ അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ദ നോളജ് ഓഫ് ദ സീക്രട്സ് ഓഫ് ദ കിങ്ഡം, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം നൽകി തന്നിരിക്കുന്നു, എന്നാൽ അവർക്കോ ഇല്ല എന്ന്. ഈ ലോകരായ ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ ഉള്ള കഴിവില്ല. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ അവൻ വരം നൽകി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. Remember, when Israel left Egypt to go to the promised land, God did not allow them to the quickest and earliest route. God took them the long way to around. ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഇവിടെ പറയുന്നത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചപ്പോൾ പെട്ടെന്ന് പോകുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. പെട്ടെന്നുള്ള വഴിയിലല്ല, ഈസി വേറ്റിൽ കൂടെ അവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. എന്നാൽ ദൈവം എന്താണ്, അവരെ ചുറ്റി 40 വർഷക്കാലം ചുറ്റി എത്തിച്ചേരുവാനാണ് അവരെ ദൈവം ഇടയാക്കി തീർത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അവിടെ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ഹിതം അവിടെ മനസ്സിലാക്കുവാനായിട്ടിടയായി. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്, പർപ്പസ് ഓഫ് ഗോഡ് ഇൻ ദ ലൈഫ് ഓഫ് ദ
Israel. The Israelites need to know without a doubt that it was Lord who brought them out of Egypt, not Moses. മോശയല്ല മോശയാണ് ലീഡ് ചെയ്യുവാനായിരുന്നെങ്കിലും മോശയല്ല, ദൈവമാണ് അവരെ നടത്തിയതെന്നുള്ളത് ഇസ്രായേൽ മക്കൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ നടത്തുന്നെന്നുള്ളതായുള്ള ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. പല കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിലും നമ്മളെപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ളൊരു ചിന്ത, നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവമാണ് നമ്മൾക്ക് കരം തന്ന് വഴി നടത്തുന്നത് എന്നുള്ളതായിട്ടുള്ളൊരു ബോധ്യം നമ്മുടെ ഭരിക്കണം. ഇറ്റ് വാസ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. അവൻ്റെ കരമാണ്. ഗോഡ്സ് വേർഡ് ഡിക്ലെയർസ് ദാറ്റ് regardless of what we suffer, God is with us. And all that at the end of our testing period, God will indeed work all things together for our God. Good. നാം ഒന്ന് മനസ്സിലാക്കണം, എന്തെല്ലാം കഷ്ടങ്ങളോ പ്രയാസങ്ങളിൽ കൂടെ നടക്കേണ്ടി വന്നാലും എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ കർത്താവ്. ആ ഒരു ഉറച്ച ബോധം, ആ ഒരു ധൈര്യം ദൈവമക്കളെ നമ്മൾക്കുണ്ടാകട്ടെ. God is wanting to make us into vessels that He can use in the earth. And unfortunately, that process does not come without pain and suffering. ദൈവം നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെയൊക്കെ നടക്കേണ്ടി വരും. എന്നിരുന്നാലും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാനും നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടക്കേണ്ടി വന്നാലും അതിലൊക്കെയും ഉപരിയായി കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കിടയായിത്തീരും. നമ്മൾ പഴയ നിയമ ഭക്തന്മാരിൽ when we look into the saints of Old Testament saints, many are in that way. We can see the life of Joseph, life of Job, life of Jacob, Daniel. All these people, they are all used for God. They all understand the greatness of God. They all understand that God is sovereign in their life. I like to give a little about the Joseph's story and Job. യോസഫിൻ്റെയും യോബിൻ്റെയും രണ്ടുപേരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Joseph's story in the Bible, particularly in Genesis 50, 20 to 21. It demonstrates this as God used the evil plan of Joseph's brothers to ultimately save his family and many others during the famine. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യോസഫിൻ്റെ ജീവചരിത്രം ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങളെല്ലാം ജോസഫിൻ്റെ ചരിത്ര ഭാഗങ്ങളാണ്. എങ്ങനെ ജോസഫിനെ ദൈവം നടത്തി എന്നുള്ളത്. How he led Joseph. യോസഫിൻ്റെ സഹോദരന്മാർ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ചിന്തിച്ച് അവന് വേണ്ടി ദുഷ്ടത പ്രവർത്തിച്ചെങ്കിൽ തന്നെയും ആ ദുഷ്ടത അവരുടെയും അനേകരുടെയും ജീവരക്ഷയ്ക്കായി ആ ക്ഷാമകാലത്ത് ജീവരക്ഷയ്ക്ക് വേണ്ടി ഇടയായി തീർന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യോബിൻ്റെ ചരിത്രത്തിലും. Job's story shows how God can use suffering
to reveal his character and faithfulness. യോബിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് ആ ദൈവത്തിൻ്റെ ആ സ്വഭാവവും ആ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയും അവൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ നമുക്കറിയാം. യോബ് കടന്നുപോയ കഷ്ടങ്ങൾ നമ്മൾ വി റീഡ് ദ ബുക്ക് ഓഫ് ജോബ്. യോബ് കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴും യോബിന് ആ അവൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ കഷ്ടങ്ങളിലും അവൻ യേശുവിനെ തള്ളിപ്പറയാതെ, അവൻ കർത്താവിനെ തള്ളിപ്പറയാതെ അവൻ ജയത്തോടെ പോയി എന്നുള്ളത് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. Joseph's brothers plotted to kill him, but God overruled their evil intention to lead Joseph to Egypt, where he rose later to power. നമുക്കെല്ലാവർക്കും ജോസഫിൻ്റെ ജീവചരിത്രം അറിയാമല്ലോ. 50-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 50-ന്റെ 20-21 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കൊന്നുകളയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അവനെ കൊന്നുകളയാൻ വേണ്ടിയാണ് അവർ മിസ്രൈമ്യർക്ക് വിറ്റ് കളഞ്ഞത്. എന്നാൽ ജോസഫിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അനേക കഷ്ടങ്ങൾ കൂടെ ജോസഫിനെ ദൈവം നടത്തി. എങ്കിലും അവസാനം അവന് മന്ത്രിയായിത്തീരുകയും അവൻ ഈ സഹോദരന്മാർക്കൊക്കെയും അനുഗ്രഹമായി തീരുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ജോസഫ് തന്നെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളോ എന്നെ വിറ്റുകളഞ്ഞുവെങ്കിലും എന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മുന്നമേ അയച്ചതാണ് എന്നാണ് ജോസഫ് അവിടെ പറയുവാനായിട്ട് സാധിക്കുന്നത്, ഒക്കെ പറയുന്നത് കേൾക്കുന്നത്. ജോസഫ് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞുവെങ്കിലും ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി മുൻപേ അയച്ചതാണെന്ന്. ദൈവം ജോസഫിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ജോസഫിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് അവനിൽ നിവർത്തിപ്പാനിടയായി തീർന്നു. വി ഓൾസോ ആർ ഫോർ ഓൾ ഓഫ് us God has a purpose. God has a plan for each of us. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ ആ ഉദ്ദേശം നാം ചിലപ്പോൾ അനേക കഷ്ടങ്ങൾ കൂടെ, നമ്മൾ പ്രയാസങ്ങൾ കൂടെയൊക്കെ കടക്കേണ്ടി വന്നാലും വിജയപ്രദമായി നമ്മെ ആ കർത്താവ് ആഗ്രഹിക്കുന്ന ആ പോയിന്റിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. God is faithful. Then we also see God's providence. Joseph saw that God's plan was greater than his own, even when he was facing seemingly hardship. He forgave his brothers and recognized that God had used their actions for good. ജോസഫിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്, അവൻ്റെ സഹോദരന്മാരോടൊക്കെയും ക്ഷമിച്ചു, അവരോട് നിരപ്പ് പ്രാപിച്ചു. അതുതന്നെയല്ല, ദൈവത്തിന് വേണ്ടി അവനെ ദൈവം രക്ഷിച്ചതായിട്ടുള്ള വിധത്തിൽ അവൻ അവർക്കൊരു അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അൾട്ടിമേറ്റ്ലി സേവിങ് മെനി ലൈവ്സ് ഡ്യൂറിങ് എ ഫാമിൻ. ആ ക്ഷാമകാലത്ത് അവരുടെ യാക്കോബിനെ യോസഫിൻ്റെ സഹോദരന്മാരെയും മാത്രമല്ല അനേകർക്ക് വിടുതലായി ജോസഫിൻ്റെ ജീവിതം തീരുവാൻ ഇടയായിത്തീർന്നു. എന്തുകൊണ്ടെന്നാൽ ജോസഫിനെ കുറിച്ചുള്ള ഉദ്ദേശം, ജോസഫിനെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എല്ലാം ദൈവം അവിടെ നിവർത്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. This verse emphasizes that God's thoughts and ways are not the same as our own, but are higher and more comprehensive. Isaiah 55:8-9. For my thoughts are not your thoughts, neither are your ways nor my ways. Heavens are higher than the earth, so are my ways and
higher than your ways, and my thoughts are your thoughts. നമ്മുടെ വഴികളെക്കാട്ടിലും നമ്മുടെ വിചാരങ്ങളെക്കാട്ടിലും ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും ഉന്നതമാണ്. When we see in Job's life, we can see trials and tribulations in Job's life. Job suffered greatly, losing his possession, his family, and even his physical health. നമ്മൾ യോബിനെ കുറിച്ച് വായിക്കുമ്പോൾ യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ഒക്കെയാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സാത്താൻ പരീക്ഷിച്ചപ്പോൾ അവൻ ഈ കഷ്ടങ്ങൾ കൂടെ ഒത്തിരി പീഡനങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അവൻ്റെ എല്ലാ ധനവും നഷ്ടപ്പെട്ടു, അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ശരീരവും വളരെയധികം കഷ്ടം അനുഭവിക്കാനായിട്ടിടയായിത്തീർന്നു. എങ്കിലും all his suffering led to a great victory. അവിടെ എല്ലാം യോബ് പാപം ചെയ്തില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. He did not sin against God. He was because of that he came to the receive all his blessing again in his life. God's faithfulness in Job's life. Despite his suffering, Job maintained his faith in God and recognized that God's ways are beyond human understanding. Please read Job 42:5. ദൈവം അവനോട് പറഞ്ഞത്, യോബ് പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ കാണുന്നു. He experienced his greatness in his life. So he went through so many difficulties, so many trials and tribulations. But then, at last, he recognized that God's ways are beyond human understanding. മാനുഷികമായിട്ടുള്ള അറിവിനെക്കാട്ടിലൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ അറിവ് എങ്ങനെയെന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത് യോബിന് റിക്കഗ്നൈസ് ചെയ്യുവാൻ, മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആഫ്റ്റർ എക്സ്പീരിയൻസിങ് immense pain, Job was ultimately restored to former health and prosperity along with the increased blessing. നമുക്കറിയാം, യോബിൻ്റെ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും അവസാനം ഇത്രയും കഷ്ടപ്പാടുകൾ, അവനെല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസരത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ വന്നപ്പോഴും അവൻ നഷ്ടപ്പെട്ടതൊക്കെയും അവന് തിരികെ ലഭിക്കാനായിട്ടിടയായിത്തീർന്നു. എന്തുകൊണ്ടാണെന്നാൽ he did not sin against God. He suffered all these difficulties, all this tribulation. യോബിനെ കഷ്ടങ്ങളൊന്നും നമുക്ക് ആർക്കും ഒരു ലെവലേശം പോലും നമുക്ക് ആർക്കും ഇല്ല. നമ്മളൊക്കെ കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടും. എന്നാൽ യോബിൻ്റെ ആ കഷ്ടം നോക്കിയാൽ അതിൻ്റെ ഒന്നും ഒരു കൊണിച്ചും പോലും നമുക്കില്ല. എന്നാൽ ദൈവമക്കളെ, നാം ഓർക്കണം, ആ കഷ്ടങ്ങളിലൊക്കെയും യോബ് എങ്ങനെയായിരുന്നു? യോബ് ആ കഷ്ടങ്ങളിലൊക്കെ all his suffering, he understand that God's ways are higher. Trust in God's plan. In both Joseph and Job demonstrate the importance of trusting God's plan, even when it does not align with our own understanding or desires. അവരുടെ രണ്ടുപേരുടെ, ജോസഫിൻ്റെയും
ഇയ്യോബിൻ്റെയും ജീവചരിത്രം വെളിപ്പെടുത്തുന്നത്, പ്രദർശിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ആ പ്രാധാന്യത, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യത, ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കുന്നതിനുള്ളതായിട്ടുള്ള പ്രാധാന്യത, അത് നമ്മുടെ അറിവിലും നമ്മുടെ ആഗ്രഹത്തിലും ഒക്കെ അപ്പുറമായിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ നമുക്കിടയായി തീരണം. ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ്സ് ഫർഗീവ്നെസ് ഓഫ് ഹിസ് ബ്രദേഴ്സ് demonstrate the importance of forgiving others, even those who have wronged us. ജോസഫ് സഹോദരന്മാരോട് ക്ഷമിച്ചത്, ജോസഫിൻ്റെ ആ ക്ഷമ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമ്മൾ എത്രമാത്രം ബാധ്യസ്ഥരാണ്. പല ആളുകൾക്കും ക്ഷമിക്കുവാൻ വളരെയധികം പ്രയാസമാണ്. പല കാര്യങ്ങളും ചിലരെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു, പിന്നെ അവർക്ക് ആ വ്യക്തികളോട് സംസാരിക്കുവാനും അവരെ സ്നേഹിക്കുവാനോ അവരെ കരുതാനോ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ അവരോട് സംസാരിക്കുക പോലും ചെയ്യാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ജോസഫിൻ്റെ ജീവചരിത്രത്തിൽ കൂടെ നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മൾ ദൈവവചനം വായിച്ചു വിടുകയല്ല, വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിലാക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Forgiveness of his brothers demonstrate the importance of forgiving others, even those who are wrong against us. The sovereignty of God, ഒരു വലിയ പരമാധികാരം ആണ്, ദൈവത്തിൻ്റെ ഒരു പരമാധികാരമാണ് നമ്മൾക്ക് ഈ ഭാഗത്തുനിന്ന് അവരുടെ ജീവചരിത്രത്തിൽ നിന്ന്, ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. Both stories highlight the sovereignty of God and his ability to work all things together for his glory, even though in difficult circumstances. ഒത്തിരി പ്രയാസമേറിയ ചുറ്റുപാടുകൾ കൂടെയൊക്കെയാണ് മുൻപോട്ട് കടന്നു വന്നതെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ വലിയ സോവർണിറ്റി അല്ലെങ്കിൽ പരമാധികാരത്തെ മനസ്സിലാക്കുവാൻ അത് കാരണമായി തീർന്നു. The wisdom of God and the purpose of God are higher than ours. Let us trust in God to understand his ways. ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയും. നമ്മൾ റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. റോമാലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? Depth of the riches of the wisdom and knowledge of God, how unsearchable his judgments and his path beyond tracing out. അവൻ്റെ വഴികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളതാണ്. Who has known the mind of the Lord? ദൈവത്തിൻ്റെ മനസ്സ് ആരാഞ്ഞറിയുന്നവനാൻ. Who has been his counselor? Who has ever given to God? God should repay him, for him and through him and to him are all things. അവനിൽ നിന്നും അവങ്കിലേക്കുമാണ് എല്ലാം. To him be the glory. ദൈവത്തിൻ്റെ ആ വിസ്ഡം, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം, how deep it is. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം. The wisdom of God and the purpose of God are higher than ours. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? Trust in God. Trust in God to understand his ways. God's ways are higher than ours. God's thoughts are higher than ours, as the heaven and the earth. ദൈവമക്കളെ, നമ്മൾ ഈ പ്രദേശത്ത് ആയിരിക്കുന്നു, ജോലി ചെയ്യുന്നു.
ഇതുപോലെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കടന്നു വരുന്നു, ആരാധിക്കുന്നു. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ഹിസ് വേസ് ഇൻ യുവർ ലൈഫ്? അവൻ്റെ വഴികളെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ എത്ര നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? അവൻ്റെ ഉദ്ദേശം, കർത്താവേ നിൻ്റെ ഉദ്ദേശം എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയവയെ മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജോസഫിൻ്റെയും യോബിൻ്റെയും ഒക്കെ ജീവചരിത്രം നമുക്ക് മുൻപിൽ നമ്മൾ നൽകി തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് വലിയവനായ കർത്താവ് അവൻ ആരാണെന്നുള്ളതായിട്ടുള്ളൊരു ചിന്ത, അവൻ്റെ വഴികളും അവൻ്റെ വിചാരങ്ങളും എത്ര വലുതാണെന്നുള്ളതായിട്ടുള്ള ഒരു വലിയ അറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആ ഒരു അറിവോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിപ്പാനും നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെക്കുറിച്ചുള്ളത് മനസ്സിലാക്കി അത് നിവർത്തിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാം. ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം കടന്നു വരുവാനും ദൈവദിനം പങ്കിടുവാനും ദൈവം ഇത്രത്തോളം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു, ഈ സഭയോട് നന്ദി പറയുന്നു.